ഇതൊക്കെ ഇവരുടെ അടുത്ത് ഞാൻ ഒന്ന് വൃത്തിയാക്കി ഇടാൻ പറഞ്ഞല്ലേ. ശ്യാമേ, ശ്യാമേ, എന്താ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇതൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി ഇടണോന്ന്. ആരെങ്കിലും വന്നാ ഇത് കാണാൻ എന്ത് വൃത്തിയേടാ. അതിന് നമ്മളാരും ഇപ്പൊ അവിടെ കിടക്കാറില്ല, നമ്മളെല്ലാവരും ഇപ്പുറത്തല്ലേ കിടക്കണത്. അപ്പൊ അതവിടെ പൊന്നു ശ്യാമ, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കരുത്. എനിക്ക് നിന്നോട് പറഞ്ഞ് മടുത്ത്. നിനക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയും കണ്ടും ചെയ്താലെന്താ? ഞാൻ മാത്രം ചെയ്താലല്ലോ അത് വൃത്തിയാവാ, നിങ്ങൾക്ക് ചെയ്താലും വൃത്തിയാക്കാവത്. പെണ്ണുങ്ങൾ മാത്രല്ല പണിയെടുക്കണ്ടേ നിങ്ങൾ. ഇനി ഞാൻ ഓഫീസിലും പോയി ജോലിയും ചെയ്ത് എന്നിട്ട് തിരിച്ചു വന്ന് ഈ പണിയും ചെയ്തിട്ടിരിക്കാം. അപ്പൊ നിനക്ക് ചുമ്മാ ഇരുന്ന് മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കാലോ. ആരാ? നീയാ? നീ ഉച്ചക്ക് വരുമെന്നല്ലേ പറഞ്ഞേ? ഞാൻ കുറച്ചിങ്ങോട്ട് നേരത്തെ ഇറങ്ങി. കേറിയോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവളെവിടെ? പറയാതിരിക്കുന്നതാണ് ഭേദം. എന്റെ തലയിലായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നീ ഒന്ന് പതുക്കെ പറ. കേട്ടാ ഇപ്പൊ എന്ത്? എനിക്ക് ആകെപ്പാടെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാനത് കേട്ടു. ഇനി ഞാൻ വന്നോന്ന് വെച്ച് കുറ്റം പറയല് നിർത്തണ്ട. ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കാനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് വെച്ച പണികൾ എടുക്കാൻ അറിയില്ല എന്ന് നിങ്ങക്ക് മനസ്സിലായി. എന്നാ വീട്ടിലൊരു ജോലിക്കാരിയെങ്കിലും വെക്കണ്ടേ? അതും ചെയ്യില്ല. അത് മാത്രമൊന്നും അല്ല കാര്യം, വേറെയും ഒരു കാര്യമുണ്ട്. ഇനി എന്താണാവോ? അതായിട്ട് കുറയ്ക്കണ്ട, അതും കൂടി മുറപ്പെണ്ണിനോട് പറഞ്ഞു കൊടുക്കും. ഒരു കുഞ്ഞാവാന്ന് പറഞ്ഞാ അവക്ക് പ്രസവിക്കാൻ താല്പര്യമില്ലെന്ന്. പ്രസവിച്ചാലേ അവളുടെ സൗന്ദര്യം പോകും. ഞാൻ കുറച്ചു ദിവസം നിങ്ങളുടെ അടുത്ത് സന്തോഷമായിട്ട് നിൽക്കാനാ വന്നേ. ആ നേരത്തെ നീ വെറുതെ തല്ലുകൂടാണ്ട് ഒന്നും മിണ്ടാണ്ടിക്കടാ. ഞാനല്ല എല്ലാത്തിനും വഴക്കുണ്ടാക്കണേ, ഇയാളെ എല്ലാത്തിനും വഴക്കുണ്ടാക്കണേ. എല്ലാം പട്ടാളച്ചിട്ടാലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റണ്ടേ? പട്ടാളച്ചിട്ടയുടെ കാര്യമല്ലെന്നേ. ഒരു വീടാവുമ്പം അതിനൊരു അടുക്കും ചിട്ടയും എല്ലാം വേണ്ടേ? നമുക്കൊരു സങ്കല്പം ഉണ്ടാവൂലേ? ഇത് ഒരു രീതിയിൽ അവൾ അടുത്ത് വരുന്നില്ലെന്ന്. ഈ വീട് വൃത്തിയാക്കുന്നത് മുതൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ഇവക്ക് അറിയില്ല. ആഹാരം എല്ലാം വരുത്തി കഴിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ അറിയില്ല. ഓർഡർ ചെയ്ത് കഴിക്കണം. അതിനിപ്പോ എന്താ? എന്തോരം പേരെ ആൾക്കാരാ ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഫുഡ്? അടുക്കളയിൽ കയറാനോ എന്തെങ്കിലും വയ്ക്കാനോ ഒരു വക ഇവക്ക് അറിയില്ല. നിനക്ക് ചായ എടുക്കട്ടെ? ഓർഡർ ചെയ്യ്, ഫോൺ ഇട്, സ്വിഗ്ഗി ഇട്, സൊമാറ്റോ ഇട്. ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ വഴക്കൂടണ്ടേ. എനിക്കുള്ള ചായ ഇല്ല, അത് ഞാൻ എടുത്തോളാം. ആൾക്കാരുടെ മുമ്പിൽ നാണം കെടുത്താൻ. എടാ, ഞാനൊന്ന് നടന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം. നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താ വാങ്ങണ്ടേ? ചായ എന്തിനാ പുറത്തുനിന്ന് വാങ്ങണേ? ഞാനിവിടെ ഫ്ലാസ്കിൽ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ വീടിന്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും രാവിലെ ഇവിടുത്തെ അടുപ്പിൽ ചായ ഇടുന്നത്. സന്തോഷമുണ്ട്. ആ, ആരിത്? എഴുന്നേറ്റാ? ചെല്ല്, എടുത്ത് കുടിക്ക്. എടി, കണ്ടു പഠിക്ക്. സ്വന്തം വീട്ടിൽ നിന്ന് രാവിലെ ചായ കുടിക്കുന്ന പോലെ ആവില്ല പുറത്തുനിന്ന് കുടിച്ചാ. പിന്നെ അതിനൊരു ഭാഗ്യമൊക്കെ വേണം. എനിക്കൊന്നും വയ്യ ഈ രാവിലെ എണീറ്റ്. പറ്റായി ഒന്നുമില്ല, നിനക്ക് മടിയാണ്. നിനക്ക് 24 മണിക്കൂറും ഫോണിലും കുത്തി ഇങ്ങനെ ഉറങ്ങി ഒരു സൈഡിൽ കിടക്കും. വഴക്ക് കൂടണ്ട, അവളെല്ലാം പഠിക്കും അല്ലേ ശ്യാമേ? കണ്ട, ഇതാണ് ആറ്റിറ്റ്യൂഡ്. തമ്പുരാട്ടി ഒന്ന് കൂടെ പോയി കുറച്ചു നേരം അടുക്കളയിൽ ഒന്ന് നിന്നാ മതി. അങ്ങനെയെങ്കിലും എന്തെങ്കിലും കണ്ടു പഠിക്കും. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുമ്പോഴും എന്ത് സ്വാദാണ്. ശ്യാമേ, അതാണ് കണ്ട, നമ്മുടെ അടുപ്പിൽ നമ്മളുണ്ടാക്കി സ്നേഹത്തിൽ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും നിറയും, വയറും നിറയും. പറയുന്നത് കേട്ടാ തോന്നുന്നു ഇയാളിവിടെ പട്ടിണിയാണ്. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം കൂടെ വെട്ടി വീഴുമ്പോ വയറല്ലേ? പട്ടിണി തന്നെ.
വല്ലവനും ഫുഡും കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്നതിനേക്കാളും ഗതികേടൊന്നും വേറെ ഇല്ലല്ലോ. അല്ല, നിനക്ക് ഇതൊക്കെ ഒന്ന് മാറ്റിക്കൂടെ എന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. ഇത് അറ്റ്ലീസ്റ്റ് കണ്ടൊക്കെ നീ ഒന്ന് പഠിക്ക്. അല്ല, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ഒരു ദോശ ഇടുക, കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, ഇതൊക്കെ നിനക്ക് പഠിക്കാവുന്നല്ലേ ഉള്ളൂ. കണ്ടാനോ, ഇതാണ് ഇവളുടെ ആറ്റിറ്റ്യൂഡ്. ഇതൊക്കെ ആണെങ്കിൽ എങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവും. നീ കഴിച്ചിട്ട് വേഗം ഓഫീസിൽ പോകാൻ നോക്കി. അവൾ എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കണ്ട. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള വീട്ടിൽ നിന്ന് ഒരാൾ എങ്ങനെയാണ് സന്തോഷത്തോടു കൂടി ഓഫീസിൽ പോകുന്നത്? ഇവിടെ ചിലരുടെയൊക്കെ ഒരു ധാരണയുണ്ട്, വീട്ടുപണിയൊക്കെ എടുത്ത് കുട്ടികളെ പ്രസവിച്ച് നോക്കിയാൽ മാത്രം നല്ലൊരു ഭാര്യ ആവാൻ പറ്റുള്ളൂ. അതൊക്കെ പോകുന്നു. പാത്രമെങ്കിലും എടുത്ത് കഴുകിട്ട് പോ. ഇവിടെ വേലക്കാരും ഇല്ല. എടി, ഈ വീട്ടുജോലി എന്ന് പറഞ്ഞാൽ അത്ര വലിയ പണിയൊന്നുമല്ല. ഇപ്പൊ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടില്ല, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. അത്ര വലിയ പണിയൊന്നുമല്ല, നിനക്ക് വേണമെന്ന് വെച്ചാൽ പറ്റും. അപ്പൊ ഈ അടുക്കള പണിയോ? ആകെ നിങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളോ? രണ്ടുപേർക്ക് എന്തോരം ഫുഡ് ഉണ്ടാക്കണം? അത് നിങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പണിയല്ലേ ഉള്ളോ? തന്റെ മുറച്ചെറുക്കൻ അല്ലെങ്കിലോ പരാതിയാ ഞാൻ ഒരു പണി എടുക്കണില്ല. അയാൾക്ക് കാലത്തേക്ക് ഒരു ചായ ഇട്ട് കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലോ ഉള്ളോ? ഞാൻ മാത്രം ചായ ഇട്ട് കൊടുത്താലാണോ ആൾക്ക് കുടിക്കാൻ പറ്റുക? നീ പറയുന്നത് ശരിയാണ്, രണ്ടുപേരും കൂടി ഷെയർ ചെയ്താ തീരാവുന്ന പണികളല്ലേ ഉള്ളോ? നിങ്ങൾ ആകെ രണ്ടുപേരല്ലോ ഇവിടെ ഉള്ളോ? കുറച്ചും കൂടി നീ ഒരു ഉത്തരവാദിത്തം കാണിക്കണം എല്ലാ കാര്യത്തിലും. ഇനി നിനക്ക് ഉത്തരവാദിത്തം കുറവാണെങ്കിൽ ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാം. അതാവുമ്പോ അവനും ഇഷ്ടാവും. കാരണം നീ ഒന്നും ചെയ്യണില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാൻ വെച്ചാൽ പിന്നെ നിന്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അവള് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? പതിയെ എന്നെ ഇവിടെ പുറത്താക്കി അവളിവിടെ കൂടുവോ? അതവൾ വെറുതെ പറഞ്ഞതായിരിക്കും. എന്നാലും ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. മടിയൊക്കെ മാറ്റി വെച്ച് പണിയെടുക്കേണ്ട വരുന്ന തോന്നണേ. എന്നെക്കൊണ്ട് പറ്റാത്തത് എന്തോ ഉള്ളേ? അവളേക്കാളും നന്നായി ചെയ്യാൻ എനിക്കറിയാം. അതെന്തായാലും ഏട്ടനൊന്ന് കാട്ടി കൊടുക്കുക തന്നെ വേണം. ഏട്ടൻ വരുമ്പോഴേക്ക് ചായ വെച്ച് വയ്ക്കാം. എങ്ങനെയാ ചായ വയ്ക്കുക? മൊബൈലിൽ നോക്കി വയ്ക്കാം. അതന്നെയാണ് നല്ലത്. ഇന്ന് എല്ലാവരും ഒന്ന് ഞെട്ടിക്കണം. എന്താ നീ ചെയ്യണേ? ഞാനൊരു ഗ്ലാസ് ചായ വെക്കാൻ വെച്ചിട്ട് ഏട്ടൻ വരാറായില്ലേ? ചായ ഒക്കെ ഇടാൻ തുടങ്ങിയോ? മാറ്റം ഉണ്ടല്ലോ. നീ എന്നാ പോണേ? അവിടെ അമ്മയൊക്കെ ഒറ്റയ്ക്കല്ലേ, അപ്പൊ നിനക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ആരും ഇല്ലല്ലോ. നീ വേണമെങ്കിൽ പൊക്കോ. ഇപ്പൊ ഞാൻ ഓരോന്ന് ചെയ്തു തുടങ്ങിയല്ലോ. ഞാനിവിടെ അധികം ദിവസമൊന്നും ഉണ്ടാവില്ലടി. ഞാൻ UK പോകാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതിന് മുന്നേ കുറച്ച് ദിവസം നിങ്ങളുടെ കൂടെ നിൽക്കാന്ന് വെച്ച് വന്നതാ. അല്ലാണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ബുദ്ധിമുട്ടുണ്ടാക്കാനോ വന്നതല്ല. നീ കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്ത കാര്യങ്ങളൊക്കെ കാണിക്കണം ജീവിതത്തിന്. അതിനുവേണ്ടി ചുമ്മാ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാ, അത് കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. നമ്മള് വീട്ടുജോലി തന്നെ ചെയ്ത് നിൽക്കണം എന്നല്ല ഞാൻ പറയണേ, കുറച്ചും കൂടി ഒരു ഉത്തരവാദിത്തം ജീവിതത്തിൽ കാണിക്കണം. അത്രേ ഞാൻ പറഞ്ഞോളൂ. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞേ. താങ്ക്സ്. എനിക്ക് പണികള് ഞാൻ വീട്ടിൽ അങ്ങനെ ഒന്നും ചെയ്ത് പഠിക്കാത്ത കാരണേ എനിക്കതൊന്നും അറിയില്ലായിരുന്നു. നീ വന്നപ്പോഴേ എങ്ങനെയാണ് ഒരു വീട് കൊണ്ടു നടക്കണ്ടേന്ന്, ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ ചെയ്യണ്ടേന്ന് എനിക്ക് മനസ്സിലായത് നീ വന്നതിന് ശേഷം. അതിനൊക്കെ നിന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹവും നന്ദിയുണ്ട്.
ഞാൻ വെറുതെ പറഞ്ഞോട്ടോ, നീ 2 ദിവസം നിന്നിട്ട് പോയാ മതി. ഹായ് ഫ്രണ്ട്സ്. അപ്പൊ കുടുംബജീവിതം സന്തോഷകരമാവാനായിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ കുടുംബജീവിതം സന്തോഷകരമാവുള്ളൂ. അപ്പൊ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.